16-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിനകത്ത് തക്കളക്കടുത്തുണ്ടായിരുന്ന ഒരു മാളികയാണ്. അതേ അളവിലും അതേമാതിരി ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുകയാണ്. കയറി വന്നാൽ പറഞ്ഞാൽ ഈ മുമ്പിൽ ഭാഗം കൊട്ടിയമ്പലം എന്ന് പറയും. മുന്നമ്പലം എന്നും മുൻവാതിലെന്നും പല പേരുകളിൽ അറിയപ്പെടും. പ്രധാന പൂമുഖത്തിരിക്കുന്നത് ഈ കെട്ടിടത്തിലെ കാരണവർ സ്ഥാനം വഹിക്കുന്ന ആളാണ്. വലതുഭാഗത്ത് കാണുന്ന ഈ കെട്ടിടത്തിൽ കാണുന്നത് ആയുർവേദ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട കാരണവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇടതുഭാഗത്ത് കാണുന്ന ഈ പൂമുഖത്തിനകത്ത് കാണുന്ന കെട്ടിടത്തിൽ താമസിക്കുന്ന കളരി കായികാഭ്യാസം മുതലായ പരിപാടി നടത്തുന്ന സ്ഥലത്ത് ആചാര്യനായ ആൾ താമസ സ്ഥലം. കായികാഭ്യാസം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഈ അടച്ചു മൂടിയിരിക്കുന്നത് ഒരു കിണറാണ്. ഇതിനെ നാഴിക്കിണറെന്ന് പറയും. ഇതിനകത്തൂടെ വെള്ളം കോരി എടുത്ത് കൈകാല് കഴുകിയിട്ട് മാത്രമേ ഇതിനകത്ത് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. ഈ തൂണിന് കുരുക്കൻ തൂണ് എന്ന് പറയും, നേർച്ച തൂണെന്നും പറയും. പണ്ട് കാലങ്ങളിൽ എങ്ങോട്ട് അമ്പലങ്ങളിലും മറ്റും പോകാനായിട്ട് നേർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാണയം ഇവിടെ വച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും നാണയം ഇതിനകത്ത് വന്ന് വീഴും. പ്രത്യേക തരത്തിലുള്ളൊരു പൂട്ടാണ്. തുറക്കുന്ന ആൾക്ക് മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ മേളിൽ കാണുന്ന പഞ്ചലോഹത്തിൽ തീർത്ത 2 പല്ലിയുടെ ഗൗളിയുടെ ഇത് കാണുന്നുണ്ട്. പഴയ കാലങ്ങളിലെ ഗൗളി ശാസ്ത്രം ഇത് പ്രകാരമാണ് കണക്കിൽ. വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന നാഗത്താഴ് പൂട്ടാണ് ഇതിൽ കാണുന്നത്. ഗുരു ഇതിനകത്ത് നിന്നാണ് ശിഷ്യന്മാരുടെ ഓരോ അഭ്യാസങ്ങളും വീക്ഷിച്ചിരുന്നത്. ഈ കല്ലറയുടെ ചുറ്റളവ് 41 കോലാണ്. 41 കൽവിളക്ക് ഇതിനകത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ട്. 41 കൽവിളക്കിന് 41 തരത്തിലുള്ള എണ്ണയാണ് ഉപയോഗിക്കുന്നത്. പലതരത്തിലുള്ള എണ്ണ ഉപയോഗിച്ചുള്ള കൽവിളക്ക് കത്തിച്ചതിന് ശേഷമായിരുന്നു കായികാഭ്യാസങ്ങൾ നടത്തിയിരുന്നത്. കുടുംബത്തിലെ കാരണവരുടെ സ്ഥാനമാണ് ഈ ഇരിക്കുന്ന സ്ഥലം. ഈ കിടപ്പറയെപ്പറ്റി പറയുന്നത് ഉടമ്പറ എന്നാണ്. ഇതിനകത്ത് നടുക്ക് മധ്യഭാഗത്തായിട്ട് ഒരു അറ കാണാം. ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ അതിനകത്ത് വെച്ചിട്ട് അതിന് മേളിലായിരുന്നു കിടന്നിരുന്നത്. കാരണവരുടെ പിറകിൽ ഭാഗത്ത് കാണുന്ന ഈ വാതിൽ തുറക്കുന്ന സമയത്ത് പ്രത്യേക തരത്തിലൊരു ശബ്ദം പുറപ്പെടുവിക്കും. ഇന്ന് അലാറം വയ്ക്കുന്ന മാതിരി ശബ്ദം കേട്ട് മുഴുവൻ ആൾക്കാരും ഉണരാൻ വേണ്ടി ഇതിനകത്ത് കയറി ഈ ഇടതോട്ട് പോയി കാണുമ്പോൾ ഈ വലതു ഭാഗത്ത് കാണുന്നതാണ് വാറ്ററ എന്ന് പറയും. പണ്ട് കാലത്ത് മരുന്നിൽ ആയുർവേദ വിലയിൽ വാറ്റിയെടുക്കുമായിരുന്നു. പണ്ട് കാലത്ത് പ്രധാന ചികിത്സയായിരുന്നു കായകൽപ്പ ചികിത്സ. 1000-ലധികം പച്ചില മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന മരുന്ന് ഉപയോഗിച്ചാണ് കായകൽപ്പ ചികിത്സ ചെയ്തിരുന്നത്. ചരിത്രമാളിക കേരളത്തെ ആദ്യത്തെ സാംസ്കാരിക പഠന കേന്ദ്രമാണ്. കേരളത്തിൽ എന്തൊക്കെയാണോ കലാരൂപങ്ങൾ ജന്മം കൊണ്ടുള്ളത് ദൈവൻ്റെ എല്ലാത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. സൂര്യ നമസ്കാരത്തിൻ്റെ ആയിരുന്നാലും യോഗയുടെ ആയിരുന്ന കളരിപ്പേറ്റിൻ്റെ ആയിരുന്നാലും നാടൻ കായിക രൂപങ്ങളായിരുന്നാലും എല്ലാം ഇവിടുത്തെ പഠന വിഷയങ്ങളാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും കലയും കുറിച്ച് പഠിക്കേണ്ടവർ തീർച്ചയായും ചരിത്രമാളിക ഒന്ന് സന്ദർശിച്ചിരിക്കണം. കാരണം അത്രത്തോളം അറിവാണ് ഇവിടെ നിന്ന് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം ഹിജാസ് അഹമ്മദ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.